നെക്സ്റ്റ് ടൈം അവർക്കെല്ലാം കുഞ്ഞുങ്ങളും ഉണ്ടാവും. ഇത് ലൈഫിന്റെ അവസാനമൊന്നുമല്ല. നിങ്ങൾ വേണം ഭാര്യയ്ക്ക് ധൈര്യം കൊടുക്കാൻ. ഡോക്ടർ, അവരൊരുപാട് ആഗ്രഹിച്ച കുഞ്ഞായത്. എല്ലാവരും അങ്ങനെ തന്നെയാ. പക്ഷെ ചിലതൊക്കെ ഫെയിലായി പോവും. ഒരു എക്സാം എഴുതിയാ എല്ലാവരും ജയിക്കാറില്ലല്ലോ. എന്നുവെച്ച് തോറ്റവരെല്ലാം നിരാശപ്പെട്ടാണോ ഇരിക്കുന്നത്? നെവർ. നെക്സ്റ്റ് ടൈം അവർ പരീക്ഷ എഴുതും, ജയിക്കുകയും ചെയ്യും. ലൈഫും അതുപോലെയാണ്. ഇതെല്ലാം ഓരോ പരീക്ഷണങ്ങളാണ്. ഞങ്ങൾ ഡോക്ടർമാർ ജീവൻ രക്ഷിക്കാൻ നോക്കുന്നു. ചിലത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ദൈവത്തിന്റെ വിധിയാണ്. അടുത്ത തവണ എല്ലാം ശരിയാകും. അത് കലക്കി. സിദ്ധന്റെ മരുന്ന് പൊളിച്ചു. ധനുഷേ, ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ, മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന്. ഒരു ദൈവമല്ല, ഞാനാ ഡിസ്പോസ് ചെയ്തത്. അത് നിന്നെ കൊണ്ട് തന്നെ ഞാനത് ചെയ്യിപ്പിച്ചു, നീ പോലും അറിയാതെ. അടുത്ത തവണ ശരിയാവും പോലും. ഒന്നും ശരിയാവാൻ പോകുന്നില്ല. ഇനി നിനക്കൊരു കുഞ്ഞുണ്ടായാലും ഇത് തന്നെയായിരിക്കും അനുഭവം. ഒരു വിക്കറ്റ് പോയി. ഇനി അടുത്ത വിക്കറ്റ് അർച്ചനയുടേതാ. അതും ഞാൻ തെറിപ്പിക്കും. മോനെ, സമാധാനിക്ക്. ആ കുഞ്ഞിനെ നമുക്ക് വിധിച്ചിട്ടില്ലായിരുന്നു എന്ന് വിചാരിച്ചാൽ മതി. മോളെ, അങ്ങനെയൊന്നും വിഷമിക്കണ്ട. ആരും ഒന്നും പറയില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോ സ്നേഹയുടെ കുഞ്ഞു പോയത് നിന്റെ കുഴപ്പം കൊണ്ടാണോ? അല്ലല്ലോ, അത് ഓരോരുത്തരുടെ വിധിയാ, അല്ലാതെന്താ? എടോ, താനിങ്ങനെ വിഷമിക്കല്ലേ. ആരും ഒന്നും പറയില്ല. നമുക്കിപ്പോ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. വാ മീരച്ചി, മോളെ ഇങ്ങെടുക്ക. അവള് നല്ല ഉറക്കത്തില്ല. അവള് ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെ തളർന്നു പോവല്ലേ. എന്തു വന്നാലും ധൈര്യത്തോടെ നേരിടണം. താൻ സ്നേഹിച്ചെന്ന് ആശ്വസിപ്പിക്കണം. അവള് ആകെ തളർന്നിട്ടുണ്ടാവും ഇപ്പോ. ഞാൻ അവളോട് എന്ത് പറയാനാ? പോയത് പോട്ടെ, സാരമില്ലെന്നോ? ഇനിയിപ്പൊ വിഷമിച്ചിട്ട് എന്താ കാര്യം? സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇത് അബോർഷനായി പോയതുകൊണ്ട് ഇനിയും കുട്ടികൾ ഉണ്ടാവാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ച് അത്ര വലിയ ടെൻഷനൊന്നും അടിക്കണ്ട. അവന്തി ഏട്ടത്തിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു? ഒരിക്കലും ഏട്ടത്തിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ? അന്ന് ഏട്ടത്തിക്ക് ഇങ്ങനെയൊക്കെയാണോ തോന്നിയത്? ആദ്യം കുറച്ച് വിഷമമൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. അത് വെറുതെ പോയതല്ലല്ലോ, മനഃപൂർവ്വം ഇല്ലാതാക്കിയതല്ലേ. ആര്? അതിനെക്കുറിച്ചൊന്നും നമുക്കിപ്പൊ സംസാരിക്കണ്ട. എന്റെ അനുഭവം കൊണ്ടാ ഞാനിത് നിന്നോട് പറഞ്ഞത്. ഇതുകൊണ്ടൊന്നും ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല.
സച്ചിയേട്ടാ, സ്നേഹ മോളെ ഇതെങ്ങനെയാ? എനിക്കറിയില്ല ഏട്ടത്തി. മോളെ നീ വിഷമിക്കണ്ട. നിന്നെ എന്ത് പറഞ്ഞ മോളെ ഞാൻ ആശ്വസിപ്പിക്കേണ്ട? അത് തന്നെയാ ഞാനും പറഞ്ഞത്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ശരിക്കും എന്താ സംഭവിച്ച? നീ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചോ? ധനുഷ് തന്നൊരു മാമ്പഴ ജ്യൂസ് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. ഇനി ധനുഷ് തന്നെ ആയിരിക്കും ഇതിന് പിന്നിൽ. ആ നന്നായി എന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. ഇനി അതൊരു കള്ളമായിരുന്നോ? ഒരു ജ്യൂസ് കുടിച്ചാ പ്രഗ്നൻസി പോവോ? ഞങ്ങൾ എന്തോരോ സ്വപ്നം കണ്ടത് ഏട്ടത്തി. ധനുഷ്, ആ മാമ്പഴം ഫ്രഷ് ആയിരുന്നല്ലോ അല്ലേ? നല്ല ഫ്രഷ് മാമ്പഴം തന്നെയായിരുന്നു അത്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തി തീരും. പറഞ്ഞ് ഇവളിപ്പോ എന്റെ നേരെ എല്ലാം തിരിച്ചോണ്ട് വരികയാണല്ലോ. ഇതെങ്ങനെ തെളിയിക്കപ്പെട്ടാ ഞാൻ കുടുങ്ങും. ഇതിന്റെ കുന്തമുന ഇവക്ക് നേരെ തന്നെ തിരിച്ചു വെച്ചേ പറ്റൂ. ഇതിപ്പോ വേറൊന്നും കൊണ്ട് സംഭവിച്ചതല്ല.